ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വ്യൂവേഴ്സിൽ കൂടുതൽ പേർക്കും ഫുൾ ഡേ ഇൻ മൈ ലൈഫ് കാണാനാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് തന്നെ ചെയ്യാം. അപ്പോൾ ഇത് മുന്നേ എടുത്തൊരു വീഡിയോ ആണ്, പക്ഷേ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഇന്ന് മാർച്ച് 20, ഇന്ന് വേൾഡ് ഹാപ്പിനെസ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ഹാപ്പിനെസ് ടിപ്സ് ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോൾ നമുക്ക് രാവിലത്തെ ജോലികളെയും തുടങ്ങാം. രാവിലെ എന്തായാലും ഒരു ലോഡ് ലോണ്ട്രി ഞാൻ ചെയ്യും കേട്ടോ. അത് അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അതൊന്ന് ബാലൻസ് ആയിട്ട് വലിയ പെൻഡിങ് ഇല്ലാതെ നന്നായി പോകാൻ അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ സോപ്പ് പൊടി തീരാനായിട്ടുണ്ട്, വാഷിംഗ് പൗഡർ. അപ്പോൾ ഞാൻ നമ്മുടെ ലിസ്റ്റിൽ വാഷിംഗ് പൗഡറിനൊന്ന് എഴുതി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എഴുതുമ്പോഴത്തേനും നമ്മൾ തീരെ വിട്ടുപോകില്ലല്ലോ. അപ്പോൾ നമ്മൾ തീരുന്നതനുസരിച്ച് ഈ ഒരു ലിസ്റ്റിലോട്ട് ആഡ് ചെയ്ത് പോവുകയാണെങ്കിൽ ഷോപ്പിംഗ് നല്ല എളുപ്പമായിരിക്കും. പിന്നെ രാവിലെ പുട്ടും പഴമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ പഴം വാങ്ങിയ കൂട്ടത്തിൽ കുറച്ച് സാമ്പാർ കഷ്ണം കൂടി സാധാരണ പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങിച്ചു കേട്ടോ. അതല്ലെങ്കിൽ നമ്മൾ ഈ സൂപ്പർ മാർക്കറ്റിലെ സാമ്പാർ കഷ്ണമൊക്കെയാണ് വാങ്ങിക്കാറ്. ഇന്നെന്തായാലും സാധാരണ സാമ്പാർ കഷ്ണം കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറേ തുണിയൊക്കെ മടക്കാനുണ്ട്, അതൊക്കെ ബെഡിലിങ്ങനെ കൊണ്ടുവന്ന് ഇട്ടേക്കുകയാണ്. അപ്പോൾ ഞാൻ ഏതായാലും ഓരോ റൂം ബൈ റൂമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു റൂം ജസ്റ്റ് ഒന്ന് തുണിയൊക്കെ മടക്കി ഒന്ന് നീറ്റാക്കിട്ടോ. അതിൻ്റെ കൂടെ ബുക്സൊക്കെ വെച്ചിരിക്കുന്ന ആ ഷെൽഫും കൂടി ഒന്ന് നീറ്റാക്കി. പിന്നെ ഒരു ഗ്രീൻ ടീ ഉണ്ടാക്കിയിട്ട് പിന്നെ കുറച്ച് നേരം നമ്മളുടെ പുതിയ ലാപ്ടോപ്പൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ടൈമിലാണ് നമ്മുടെ ബേസിക് കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ഒന്ന് ഒതുങ്ങി കഴിയുന്ന ആ ഒരു സമയത്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കും എഡിറ്റിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലോട്ട് നമുക്ക് വരാം. ശരിക്കും പറഞ്ഞാൽ മുന്നത്തേക്കാളും ഒക്കെ ഇപ്പോൾ ഈ സന്തോഷമായിട്ടിരിക്കുക അല്ലെങ്കിൽ ഹാപ്പിനെസ് ഡേ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മുന്നത്തേക്കാളും ഒക്കെ ആൾക്കാർക്ക് ഒരുപാട് മെൻ്റൽ പ്രഷർ അനുഭവിക്കുന്നുണ്ടെന്നാണ് നമുക്കറിയാലോ. നമ്മുടെ ചുറ്റിനും നോക്കിയാലും നമ്മുടെ ലൈഫിലോട്ട് നോക്കിയാലും നമുക്കറിയാം. ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് കുറേയൊക്കെ നമ്മുടെ ലൈഫിലെ പ്രശ്നങ്ങൾ ഒഴിവാക്കി ഡെയിലി ബേസിസിൽ നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു പോവാട്ടോ. നമ്മളുടെ ദിവസം തുടങ്ങുമ്പോൾ തന്നെ ജസ്റ്റ് കണ്ണാടിയിൽ നോക്കിയിട്ട് ഒന്ന് സ്മൈൽ ചെയ്യാൻ ശ്രമിക്കുക, വെറുതെ ഒന്ന് ചിരിക്കുക. നമ്മൾ പറയുമ്പോൾ ഇത് ക്ലീഷയായിട്ട് തോന്നുമെങ്കിലും നമ്മൾ ഫോഴ്സ്ഫുള്ളി ഇതൊന്നൊരു ഹാബിറ്റാക്കി മാറ്റുവാണെങ്കിൽ നല്ല ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. നമ്മൾ ജസ്റ്റ് നമ്മളുടെ ഫേസിലോട്ട് നോക്കി നമ്മളെപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആലോചിച്ച് വിഷമിച്ചുകൊണ്ടായിരിക്കും ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനു പകരം വലിയ പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ചിരിച്ചും കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. എണീക്കുമ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് സ്മൈൽ ചെയ്യുക. അതുപോലെ നമ്മൾ ബ്രഷ് ചെയ്യാൻ പോകുമ്പോഴത്തേനും നമുക്ക് നമ്മളെ തന്നെ നോക്കി ഒന്ന് ചിരിക്കുക. ചിരിക്കുമ്പോൾ തന്നെ ഫേസൊക്കെ ഒന്ന് റിലാക്സ് ആവുമല്ലോ, നമ്മുടെ മൈൻഡും റിലാക്സ് ആവും. അതുപോലെ ആ ചിരി പിന്നെ നമുക്ക് ഡേ മൊത്തം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുവാണെങ്കിൽ, നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ചിരിക്കുവാണെങ്കിൽ തന്നെ നമ്മളൊരു വർക്ക് പ്ലേസിൽ പോവുകയാണെങ്കിലും നമുക്ക് ആ ഒരു കോൺഫിഡൻസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ താങ്ക്സ് പറയാൻ ശ്രമിക്കുക. നമ്മൾ മറ്റുള്ളവരോടും പറയുക. പിന്നെ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിലോട്ട് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡ് ശരിക്കും ഒരു റിലാക്സ് ആവും, ഹാപ്പി ആവും കേട്ടോ. പിന്നെ ഏറ്റവും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ കൂടെ, നമ്മുടെ ഫ്രണ്ട്സ് ആവാം, റിലേറ്റീവ്സ് ആവാം, അവരുടെ കൂടെ നമുക്ക് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം നമുക്ക് കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻസൊക്കെ ഇപ്പോൾ കുറഞ്ഞു തുടങ്ങിയല്ലോ. അപ്പോൾ കഴിയുന്നതും നമ്മൾ സോഷ്യലി ഒന്ന് ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നല്ലൊരു ഡിഫറൻസ് ഫീൽ ചെയ്യും കേട്ടോ. ഇത്രയും നാളും നമ്മൾ തന്നെ നമ്മുടെ ഇമ്മീഡിയറ്റ് ഫാമിലീനെ ആയിട്ടാണ് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. കുറച്ചും കൂടി നമ്മൾ സോഷ്യലി ഒന്ന് ഇൻട്രാക്ട് ചെയ്യാൻ നമുക്കൊരു ചാൻസ് ഉണ്ടെങ്കിൽ നമ്മൾ മാക്സിമം അത് ഉപയോഗിക്കാം. അതുപോലെ ഇപ്പോൾ കുട്ടികളായിട്ട് നമ്മൾ കളിക്കുമ്പോൾ നമ്മൾ ശരിക്കും മൈൻഡ് ഒന്ന് ഫ്രീ ആവുമല്ലോ, അപ്പോൾ അതിനും ഒന്ന് ശ്രമിക്കുക. പിന്നെ അതുപോലെ നമ്മുടെ മാക്സിമം നമുക്ക് നമ്മളുടെ ഒരു വേവ് ലെങ്ത്തിനനുസരിച്ചുള്ള ഫ്രണ്ട്സുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇതൊക്കെ നമ്മുടെ മൈൻഡിനെ റിലാക്സ് ആക്കാനുള്ള ടെക്നിക്സാണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് പുറത്ത് പോകാൻ കഴിയില്ലെങ്കിൽ എന്തായാലും നമ്മൾ ഫോണിൽ കൂടെ മാക്സിമം ഫോൺ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ബാക്കി സംഭവങ്ങൾ യൂസ് ചെയ്യുന്നതിനേക്കാളും അതും നമുക്ക് കൂടുതൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയായിട്ട് കണക്ട് ചെയ്യാൻ ഭയങ്കര നല്ലതായിരിക്കും കേട്ടോ. അതുപോലെ
ഈ സോഷ്യൽ മീഡിയ നമ്മൾ മാക്സിമം ഇതുപോലെയുള്ള നെറ്റ്വർക്കിംഗ് ആൾക്കാരായിട്ട് കണക്ട് ചെയ്യുന്ന നല്ല കാര്യങ്ങളിലോട്ട് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുക. അല്ലാതെ ബാക്കി മാക്സിമം സോഷ്യൽ മീഡിയയുടെ യൂസ് കുറയ്ക്കാൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങൾ നമുക്ക് അധികം പ്രശ്നങ്ങൾ വരില്ല. ഡിപ്രഷനാണല്ലോ ഹാപ്പിനെസ്സിൻ്റെ ഒരു ഓപ്പോസിറ്റ് സംഭവമാണല്ലോ ഡിപ്രഷൻ. അപ്പോൾ അത് നമ്മൾ റിയലൈസ് ചെയ്യില്ല. ശരിക്കും പറഞ്ഞാൽ ഇതിങ്ങനെ ഒരുപാട് ഉപയോഗിക്കുമ്പോഴത്തേനും നമ്മുടെ മൈൻഡിൽ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതും മാക്സിമം കൺട്രോൾ ചെയ്യുക. പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും പഠിക്കാനും അതൊക്കെ ശരിക്കും നമ്മുടെ ഹാപ്പിനെസ് ഹോർമോൺസിനെ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പം പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക, ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ എക്സസൈസ്, മെഡിറ്റേഷൻ ഇതെല്ലാം നമ്മുടെ ലൈഫിൽ നമ്മളുടെ ഒരു ഡേയിലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും. അതുപോലെ ഓരോരുത്തർക്കും സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അപ്പം നമുക്ക് സന്തോഷം കിട്ടുന്നത് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡേയിൽ സമയം കണ്ടെത്തുക. കൂടുതൽ ചിരിക്കുക. നമ്മൾ മുഖത്ത് കൂടുതൽ ചിരി വരുമ്പോൾ നമ്മുടെ മനസ്സിലും എന്തായാലും ആ ചിരി വരും. നമുക്ക് എന്തായാലും സന്തോഷം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. പക്ഷെ പലപ്പോഴും നമ്മളിതൊന്നും ചിന്തിക്കാറില്ല അല്ലേ. ആരെങ്കിലുമൊക്കെ പറയുമ്പോഴായിരിക്കും അങ്ങനെ ചെയ്താൽ ശരിയായിരിക്കുമല്ലോ, കുറച്ചുകൂടി നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാമല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കൊരു ഓർമ്മപ്പെടുത്തൽ പോലെ എന്തായാലും പറയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ കാര്യങ്ങൾ. എസ്പെഷ്യലി ഇന്ന് വേൾഡ് ഹാപ്പിനെസ് ഡേ ആണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഡേയിലോട്ട് തിരിച്ചു വരാം. അപ്പോൾ ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും മോൻ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വന്നപടി കുറച്ച് നേരം ഇരുന്ന് പഠിക്കാമെന്ന് പറഞ്ഞിട്ട് എക്സാം ടൈമൊക്കെ ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് പഠിക്കാമെന്ന് പറഞ്ഞിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ജ്യൂസാണ് മിൻറ്റ് ലൈം ജ്യൂസ്. നമ്മുടെ കയ്യിൽ ഓർഗാനിക് മിൻറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ എന്തായാലും മിക്കവാറും ലൈം ജ്യൂസാണ് ഉണ്ടാക്കി കൊടുക്കാറ് കേട്ടോ. പിന്നെ ഇന്നത്തെ ദിവസം കറികളെല്ലാം തന്നെ ഇരിപ്പുണ്ട്. ഫിഷ് ഫ്രൈ ചെയ്യാനുണ്ട്, ഫിഷ് കറി ഉണ്ട്, കുറച്ച് ബീറ്റ്റൂട്ട് ഒലത്തിയതുണ്ട്. അപ്പോൾ ഇതൊക്കെയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് പയറും ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ ലഞ്ചിന് ശേഷം കുറച്ച് നേരം ബുക്കൊക്കെ വായിച്ചിരുന്നു. അതാണ് നമ്മുടെ ഒരു റിലാക്സിങ് ടൈം എന്ന് പറയുന്നത്. ലഞ്ചിന് ശേഷമുള്ളൊരു സമയമാണ് കേട്ടോ. അത് മിക്കവാറും ഞാൻ കുറച്ച് നേരം ഒരു ഹാഫ് ആൻ അവറെങ്കിലും ഒന്ന് റിലാക്സ് ചെയ്തിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കാറുണ്ട്. മിക്കവാറും പറ്റാറുമുണ്ട് കേട്ടോ. പിന്നെന്താ, ഈവനിങ് ചായയുടെ സമയമായി. അപ്പോൾ പൊതുവേ ഞാനിങ്ങനെ ഫ്രൈഡ് സ്നാക്സ് ഒന്നും ഉണ്ടാക്കലില്ല. അപ്പം ഇന്ന് എന്തായാലും ഉഴുന്ന് വെള്ളത്തിലിട്ട് ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഉഴുന്നുവട ഉണ്ടാക്കുകയാണ്. നമ്മുടെ ക്ലാസിക് ഉഴുന്നുവടയൊന്നുമല്ല, നമ്മുടേതായിട്ടുള്ള സ്റ്റൈല് മിനി ഉഴുന്നുവടയാണ് കേട്ടോ. അപ്പോൾ ഇതിൽ മോന് ഉള്ളിയൊന്നും ഇടുന്നത് ഇഷ്ടമല്ല. അപ്പോൾ കുറച്ച് ഉള്ളി ഒന്നും ഇടാതെയും ബാക്കി ഉള്ളിയും പച്ചമുളകും വേപ്പിലൊക്കെ ഇട്ടിട്ടും കൂടി 2 സെറ്റായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നടുവിൽ ഹോളും ഷേപ്പും ഒന്നും ഇല്ലയെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ടേസ്റ്റ് നല്ല രസമായിരുന്നു. കാണാൻ ലുക്കില്ല എന്നുള്ളൂ, പക്ഷേ ടേസ്റ്റ് അപാരമായിരുന്നു. അങ്ങനെ ഈവനിങ് അങ്ങനെ തിരക്ക് പിടിച്ചൊക്കെ പോയി. ഇതിൻ്റെ ഇടയിൽ കുറച്ച് നാളായിട്ട് വർക്കൗട്ട് പെൻഡിങ് ആണ് കേട്ടോ. സുഖമില്ലാതായ പിന്നെ വർക്കൗട്ടും വാക്കിങ്ങും എല്ലാം പെൻഡിങ് ആണ്. പിന്നെ എന്തായാലും പയ്യെ അതൊക്കെ റീസ്റ്റാർട്ട് ചെയ്യണം. എന്തായാലും ഞാൻ കുറച്ച് ചൂടുവെള്ളമൊക്കെ സെറ്റാക്കി വെച്ചു. തൊണ്ടവേദനയൊക്കെ പയ്യെ മാറുന്നുള്ളൂ. അപ്പോൾ ഇപ്പം ഞാൻ ഓക്കെയാണ്. പക്ഷേ ഈ എൻ്റെ സമയത്ത് തൊണ്ടവേദന ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു ടിപ്പ് കണ്ടതാണേ. ടിപ്പല്ല, റെമഡി. അതായത് പൈനാപ്പിളും കുരുമുളകും തേനും പിന്നെ ഇഞ്ചി ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് അടിച്ച് കുടിക്കുകയാണെങ്കിൽ സോർ ത്രോട്ടിന് നല്ലതാണെന്ന് തൊണ്ടവേദനയ്ക്ക് നല്ലതാണെന്ന് കണ്ടു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ടുണ്ടായിരുന്നു. കാരണം പൈനാപ്പിൾ പൊതുവേ നമ്മൾ തൊണ്ടവേദന വരുത്തുന്നൊരു സാധനമായിട്ടാണ് കണക്കാക്കിയേക്കുന്നത്. അപ്പോൾ എന്തായാലും അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എന്തായാലും ഞാൻ അടിച്ച് കുടിച്ചു. പക്ഷേ ഞാൻ ആൻറ്റിബയോട്ടിക്സിലായതുകൊണ്ട് ഇത് കുടിച്ചിട്ടാണോ മാറിയതെന്നൊന്നും ഒരു ഉറപ്പില്ല കേട്ടോ. അപ്പോൾ എന്തായാലും അത് കുടിച്ചിട്ട് എനിക്ക് കൂടുകയൊന്നും ചെയ്തില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ടാസ്ക് പെൻഡിങ് ആണല്ലോ എന്ന് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ എനിക്ക് എന്തായാലും ആ ഒരു സമയത്താണ് ഒരു ക്ലീനിങ്ങിന് ഒരു മോട്ടിവേഷൻ കിട്ടിയത്. അപ്പോൾ എന്തായാലും വിചാരിച്ച് നമുക്ക് മോട്ടിവേഷൻ കിട്ടിയാൽ നമ്മൾ പിന്നെ അവിടെ നിർത്താൻ പാടില്ല. അപ്പോൾ ഞാൻ എന്തായാലും വേഗം തന്നെ ക്ലീനിങ് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ക്ലീനിങ് എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു ഏരിയ, എൻ്റെ കബോർഡിൻ്റെ ഈ ഒരു സെക്ഷൻ ക്ലീൻ ചെയ്യാം. കാരണം അതല്ലാതെ ഫുള്ളായിട്ട് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടല്ലോ, ചെറിയ ചെറിയ പാർട്ടായിട്ട് ക്ലീൻ ചെയ്യുന്നതാണ് എനിക്ക് വർക്കൗട്ട് ആവുന്നത്. അപ്പോൾ ഈ ഒരു ദിവസം ഈ ഒരു സെക്ഷൻ
അപ്പോൾ ഇത് ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ടല്ലോ, എൻ്റെ നോൺ സ്റ്റിക്ക് പാൻസ്, അതുപോലെ കറിച്ചട്ടികൾ, ഇതെല്ലാം ഞാൻ ഈ ഒരു കബോർഡിനകത്ത് ഈ ഒരു സ്റ്റാൻഡിനകത്താണ് കേട്ടോ സെറ്റാക്കി വെച്ചേക്കുന്നത്. അതുപോലെ പാൻസ് വെക്കുന്ന ഒരു ഓർഗനൈസറും എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാം തന്നെ മാറ്റിയിട്ട്, അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും എന്തായാലും അതിലൊരോരോ കറകളും പിന്നെ എന്തെങ്കിലും പ്രാണി അത് ഇത് അതിൻ്റെയൊക്കെ ഒരു പൊടികളും എല്ലാം ഉണ്ടാവും, നമുക്ക് ക്ലീൻ ചെയ്യാതെ പറ്റില്ല. അപ്പം ഞാൻ അതെല്ലാം കൂടി ഈ വലിയൊരു ബക്കറ്റിനകത്തോട്ട് മാറ്റുകയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കമ്പാർട്ട്മെൻറ്റിൽ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട് കേട്ടോ. അത് തന്നെ നല്ല കനമുള്ള ഐറ്റംസാണ്. ഇരുമ്പിൻ്റെ ചീനച്ചട്ടി, പിന്നെ ചട്ടികളെല്ലാം തന്നെ കനമുണ്ടല്ലോ. അതുപോലെ ഇരുമ്പിൻ്റെ പാനൊക്കെ ഉണ്ട് ലോഡ്ജിൻ്റെ. അപ്പോൾ ഇതൊക്കെ തന്നെ ഞാൻ കുറേയൊക്കെ ഈ ബക്കറ്റിനകത്തോട്ട് മാറ്റി. പിന്നെ ഈ പിങ്ക് സ്റ്റൂള് കൊണ്ടുപോയി അപ്പുറത്ത് വെച്ചിട്ട് അതിൻ്റെ മേലെ അറേഞ്ച് ചെയ്ത് വെക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ക്ലീൻ ചെയ്തിട്ട് ഇന്ന് എന്തായാലും ഹിറ്റോ അങ്ങനെ എന്തെങ്കിലും അടിച്ചിടണം എന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ പാനിൽ കുറച്ച് തുരുമ്പ് പിടിച്ച പോലെ ഉണ്ട്. അപ്പോൾ അതും ഒന്ന് ഇനിയിപ്പം ശരിയാക്കി പെട്ടെന്ന് തന്നെ ചെയ്തില്ലെങ്കിൽ അത് പണി കിട്ടും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി ചെയ്യുന്ന ജോലികൾ കൂടാതെ എക്സ്ട്രാ എന്തെങ്കിലും ഇതുപോലെ ക്ലീനിങ് ചെയ്താൽ അന്നത്തെ ദിവസം ഭയങ്കര ഒരു സന്തോഷവും സാറ്റിസ്ഫാക്ഷനും ഒക്കെയാണ് കേട്ടോ എനിക്ക്. സാധാരണത്തെ ജോലികൾ മാത്രം കഴിഞ്ഞാലും അപ്പോഴും ഒരു സമാധാനമാണ്. പക്ഷേ എക്സ്ട്രാ എന്തെങ്കിലും കൂടി അച്ചീവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എന്തോ ഒരു കൂടുതൽ പ്രൊഡക്റ്റീവ് ഫീലിംഗ് ആണ്. അപ്പോൾ എന്തായാലും നമ്മുടെ പണികൾ നടക്കുവാണ് കേട്ടോ. ഈ ഒരു ഷെൽഫ് ശരിക്ക് ഒരു തട്ടും കൂടി മിഡിലുള്ള ടൈപ്പ് ഒരു ഷെൽഫായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ തട്ട് നമ്മൾ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ഇടയിലെ തട്ടങ്ങ് പൊളിഞ്ഞല്ല, അത് ഇങ്ങ് ഊരിപ്പോന്നു. പിന്നെ അത് ഫിക്സ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ഇതുപോലെ ലോങ് ആയിട്ടുള്ള സംഭവങ്ങൾ വെക്കണമെങ്കിൽ തട്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ലല്ലോ. അപ്പോൾ ആ ഒരു രീതിയിൽ അതിനെ കൺവേർട്ട് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുറച്ചൊക്കെ അഴുക്കുണ്ട് അതിനകത്ത്. അതുപോലെ ഇരുമ്പിൻ്റെ സംഭവങ്ങൾ വെച്ചതിൻ്റെ ആ ഒരു പാടും വന്നിട്ടുണ്ട്. അതിനിപ്പോൾ കാര്യമായി ക്ലീൻ ആക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ചിലപ്പോൾ ഉരച്ച് കഴുകുകയാണെങ്കിൽ ശരിയാവും. അപ്പോൾ എന്തായാലും ഞാൻ അതിന് മെനക്കെട്ടിട്ടില്ല എന്തായാലും. അപ്പോൾ ബാക്കിൽ കാണുന്ന ഒരു ബ്ലൂ കളർ സംഭവമില്ലേ, അതിലാണ് കേട്ടോ ഇവിടുത്തെ ഗ്യാസിൻ്റെ റീഡിങ് വരുന്നത്. അപ്പോൾ ഇവിടുത്തെ ഗ്യാസ് കുറ്റിയല്ല, നമ്മുടെ പൈപ്പ് കണക്ഷൻ വെച്ചിട്ട് വരുന്ന രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഇതിൽ മീറ്റർ റീഡിങ് വരും. അപ്പോൾ ഈ ഒരു റീഡ് ചെയ്തിട്ട് മുന്നത്തെ റീഡിങ്ങുമായിട്ട് നോക്കി എത്ര കൺസ്യൂം ചെയ്തു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവിടുത്തെ ഗ്യാസിൻ്റെ സെറ്റപ്പ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഗ്യാസ് തീർന്നു പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല കേട്ടോ. അപ്പം മെയിൻ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ലപോലെ അങ്ങ് യൂസ് ചെയ്യും, ലാസ്റ്റ് ബില്ല് വരുമ്പോൾ നല്ലപോലെ നമ്മൾ കൊടുക്കേണ്ടിയും വരും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഗ്യാസിൻ്റെ സംഭവങ്ങളൊക്കെ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് വേറെ പണിയൊന്നുമില്ല, ഗ്യാസ് തീർന്നു പോയി എന്ന് പറയുന്ന ടെൻഷൻ അടിക്കേണ്ട പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. പിന്നെ അന്ന് രാത്രി മുഴുവൻ അതിൽ ഹിറ്റൊക്കെ അടിച്ചിട്ട് ഞാൻ അത് ഇങ്ങനെ എംറ്റി ആക്കി വെച്ചു കേട്ടോ. പിന്നെ അടുത്ത ദിവസമാണ് നമ്മളെല്ലാം അറേഞ്ച് ആക്കി വെച്ചത്. ഇപ്പോൾ അടുത്ത ദിവസത്തെ സംഭവമാണ് കേട്ടോ. ഞാനിതിൽ ഇൻക്ലൂഡ് ആക്കിയതാണ്. എല്ലാ റാക്കുകളും നല്ല കറക്റ്റായിട്ട് കഴുകി വൃത്തിയാക്കി സാധനങ്ങളൊക്കെ അറേഞ്ച് ആക്കിയിട്ട് എല്ലാം തിരിച്ച് കറക്റ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു ചെറിയൊരു ക്ലീനിങ് ആണെങ്കിലും ഒരു സാറ്റിസ്ഫൈയിങ് പണിയായിരുന്നു. നമ്മുടെ ഫുൾ ക്ലീനിങ്ങിനെ ചെറുതായിട്ട് ഇങ്ങനെ പാർട്ട് ബൈ പാർട്ടൊക്കെ ആയിട്ട് ചെയ്യുവാണെങ്കിൽ ഒത്തിരി നല്ലതായിരിക്കും. പിന്നെ അന്ന് വൈകിട്ട് ഇടിയപ്പമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതൊക്കെയായിരുന്നു അന്നത്തെ വിശേഷങ്ങൾ. ഒരു ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിക്കൊണ്ട് അതുപോലെ നമ്മളുടെ വേൾഡ് ഹാപ്പിനെസ് ഡേയിൽ നിങ്ങൾക്ക് കുറച്ച് ടിപ്സും ഷെയർ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത ദിവസം കാണാം. അതുവരേക്കും ബൈ.